എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കർമ്മത്തെ ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും ഭാഗവതം കേൾക്കാനും ഉള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അപ്പോൾ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 17. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഇത് രണ്ടാം ഭാഗമാണ്. അധ്യായം 17 തൊട്ട് തൃതീയ സ്കന്ധത്തിൻ്റെ രണ്ടാം ഭാഗം. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടല്ലോ അല്ലേ? എല്ലാവരുടെ കയ്യിലും ഇതുണ്ടെന്ന് വിചാരിക്കണോ? അപ്പോൾ അധ്യായം 17. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ആഴ്ചയായി നമ്മുടെ സത്സംഗം നടന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞു നിർത്തിയ ഭാഗം ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണോ? അതായത് വിതുരർ മൈത്രേയ മഹർഷിയെ ചെന്ന് കണ്ട് മൈത്രേയ മഹർഷിയോട് ഭഗവത് തത്വത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ മഹർഷി അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് വന്ന് കാലനിർണയമൊക്കെ പറഞ്ഞ് ഭഗവാന്റെ വരാഹാവതാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ വരാഹാവതാര ആവിർഭാവം, അതെന്തുകൊണ്ടാണ് വരാഹാവതാരത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു യുഗം വരാഹയുഗം എന്നാണ്, ഈ ഒരു കൽപ്പം വരാഹകൽപ്പം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഭഗവാൻ വരാഹ അവതാരം എടുത്തത് ഈ ഒരു കൽപ്പത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ വരാഹയുഗം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് വരാഹ അവതാരത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ചു, ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിതുരർ ചോദിച്ചു, അപ്പോൾ ഹിരണ്യാക്ഷൻ എന്തുകൊണ്ടാണ് ഭഗവാനോട് ഇത്ര ശത്രുത വരാനായിട്ടുള്ള കാരണം? അപ്പോൾ അത് ചോദിച്ചപ്പോൾ അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് കുറേ കൂടി വിശദമായിട്ട്. അതായത് ഈ ഒരു അതായത് ഇവരുടെ ജനനം, അതായത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആരാണ്, അവർക്ക് എന്തുകൊണ്ടാണ് ഭഗവാനോട് ഇത്ര ഒരു ശത്രുത തോന്നാനായിട്ടുള്ള കാരണം, ഇതായിരുന്നു വിതുരർ ചോദിച്ചത്. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കശ്യപ പ്രജാപതി, അദ്ദേഹത്തിൻ്റെ പത്നി ദിതി, ദിതിയുടെ മനസ്സിലെ ഒരു അസന്ധ്യാസമയം, ത്രിസന്ധ്യ നേരത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചിരിക്കേണ്ട ആ ഒരു സമയത്ത് ഭർത്താവിനെ പ്രാപിക്കണം എന്നൊരാഗ്രഹം ദിതിക്ക് തോന്നുകയാണ്. അങ്ങനെ തൻ്റെ പതിയായിട്ടുള്ള കശ്യപ മഹർഷിയോട് ആ കാര്യം പറഞ്ഞപ്പോൾ മഹർഷി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. കാരണം ആ സമയം അതിനുള്ള സമയമല്ല. അതായത് അന്തരീക്ഷത്തിൽ മുഴുവനും മഹാദേവനും ഭൂതഗണങ്ങളും ചുറ്റി സഞ്ചരിച്ച് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ട ഒരു സമയം, ത്രിസന്ധ്യ സമയം. അത് ഇന്നും ഈ യുഗത്തിൽ പോലും ഇപ്പോൾ പോലും നമ്മളത് പാലിച്ചു പോകേണ്ട ഒരു നിഷ്ഠ തന്നെയാണ് അത്, ആ ത്രിസന്ധ്യ സമയം. അപ്പോൾ അങ്ങനെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടും ദിതിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ശരിക്കും നല്ല ജ്ഞാനവും നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്, പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീരത്നമാണെങ്കിൽ പോലും പ്രകൃതിയുടെ കയ്യിലെ കളിപ്പാവകളാണ് നമ്മളെല്ലാം. അങ്ങനെ കൊണ്ട് നടന്നെങ്കിൽ പോലും ഇവരുടെ പ്രഭാവം, ആ ഗർഭത്തിൽ കിടക്കുന്ന ഈ 2 അസുരന്മാരുടെ പ്രഭാവത്താൽ ലോകം മുഴുവനും ഒരു അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരൊക്കെ ഭയപ്പെട്ടു. അവർക്ക് ഓരോ ദേവന്മാർ എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ ദേവന്മാരല്ലേ, വായുവിൻ്റെ ദേവൻ, ജലത്തിൻ്റെ ദേവൻ, അഗ്നിയുടെ ദേവൻ, ഇങ്ങനെയുള്ള ദേവന്മാർക്കൊന്നും ഇന്ദ്രിയങ്ങളുടെ ദേവന്മാർക്ക് അവരുടെ കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം അന്ധകാരം വ്യാപിക്കുന്നു.
എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാവാതെ അവർ ബ്രഹ്മാവിനെ സമീപിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവനോട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ തന്നെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ അവരെ അന്തരീക്ഷത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ വൈകുണ്ഠം ദർശനത്തിൽ പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ഭഗവാനെ കാണാൻ ആഗ്രഹിച്ച് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ 7ാമത്തെ കവാടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ജയവിജയന്മാരായ ഭഗവാന്റെ 2 പാർഷദന്മാർ അവരെ തടഞ്ഞു. അവരുടെ മനസ്സിലൊരു ഭേദചിന്ത, ആ വൈകുണ്ഠത്തിൻ്റെ 7ാം വാതിൽ വരെ എത്തണമെങ്കിൽ ഇവർ സാധാരണ മനുഷ്യരല്ല, ബ്രഹ്മജ്ഞന്മാരാണെന്ന് ശരിക്കും ജയവിജയന്മാർക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഭഗവാൻ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ആഗ്രഹിക്കാതെ എങ്ങനെ അവിടെ എത്തും? ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാൻ ഇച്ഛിക്കണം. ഭഗവാൻ ഇച്ഛിച്ചാൽ മാത്രമേ ഭഗവാനെ നമുക്ക് കിട്ടുകയുള്ളൂ, പ്രാപിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ ഇച്ഛിക്കണമെങ്കിൽ നമ്മൾ ഞാൻ എന്ന ഈഗോ, അഹങ്കാരത്തെ കളഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയണം. ആ ഞാൻ എന്ന അഹം ഇല്ലാതെ ആകുമ്പോഴാണ് ഭഗവാൻ നമ്മളെ ഇച്ഛിക്കുക, ഭഗവാൻ ആഗ്രഹിക്കുക, അവൻ എൻ്റെ അടുത്ത് എത്തണമെന്ന്. അപ്പോഴാണ് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ സനകാദി മഹർഷിമാർ സാധാരണക്കാരല്ല എന്ന് ചിന്തിച്ച് അവർക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഭേദചിന്ത, അതായത് ഞങ്ങളൊക്കെ ഭഗവാന്റെ പാർഷദന്മാർ, നിങ്ങളൊക്കെ ആര്, ഇങ്ങനെ പെട്ടെന്നൊന്നും കയറി വന്നാൽ കാണാൻ പറ്റില്ല, അതായത് നിങ്ങളെ എന്നൊരു വ്യത്യസ്ത ചിന്ത അവരുടെ ഉള്ളിൽ വന്നതാണ്. അപ്പോൾ സനകാദി മഹർഷിമാർ ശപിക്കുകയാണ്. അതായത് ഭേദചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഭേദചിന്തയുള്ളവർ വസിക്കേണ്ടത് വൈകുണ്ഠത്തിലല്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠമില്ലാത്ത ഇട, അവിടെ വ്യത്യാസങ്ങളില്ല, ദുഃഖമില്ല, വിഷമമില്ല, ഒന്നുമില്ല. അവിടെ സന്തോഷം, ആനന്ദം, പരമാനന്ദം മാത്രമുള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ നിങ്ങൾ ഭേദചിന്തയുള്ളവർക്ക് ഒരിക്കൽ പോലും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭേദചിന്തയുള്ളവർ ജീവിക്കുന്ന അതോ ലോകങ്ങളിൽ, ഭൂമി മുതലായ ലോകങ്ങളിലേക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ പ്രാരാബ്ദം അനുഭവിച്ചു തീർത്ത് തിരിച്ചു വരുമോ? ഇതായിരുന്നു സനകാദികളുടെ ശാപം. ഭഗവാനും അത് ശരിവെക്കുകയായിരുന്നു, രക്ഷയില്ല. അത് ബ്രഹ്മജ്ഞന്മാരുടെ ശാപം. ഭഗവാൻ വേണമെങ്കിൽ അത് മാച്ചു കളയാം, അതിന് അവരെ മുക്തരാക്കാം. പക്ഷെ അത് പാടില്ല. ഭഗവാൻ തന്നെ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ബ്രഹ്മജ്ഞന്മാരെ ഈ ലോകം ആദരിക്കണം, അവരെ ഈ ലോകം അറിയണം, ആദരിക്കണം. ഭഗവാൻ പോലും അത് ചെയ്തിരുന്നു അല്ലേ? ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലേക്ക് ചെന്ന് മഹർഷിയെ ആദരിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാന്റെ മാറിലാണ് ഭൃഗു മഹർഷി കാൽപാദം കൊണ്ട് ചവിട്ടിയത്. ആ ചവിട്ടേറ്റ പാട് ഭഗവാൻ ഒരു അടയാളമായിട്ട്, അതൊരു എന്താ പറയുക, ഒരു അലങ്കാരമായിട്ട് അവിടെ കൊണ്ട് നടക്കുകയാണ് ശ്രീവത്സം എന്ന മറുക് അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഭഗവാനെ ഒരു ഈഗോ, ഞാൻ ഭഗവാനാ, ഇത് മഹർഷിയല്ലേ എന്നെ ചവിട്ടി, അതല്ല. ഇത് ലോകം കാണുമ്പോൾ നാണക്കേട്, അതുമല്ല ചിന്തിച്ചത്. ലോകം അറിയണം, ഞാൻ പോലും അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ എല്ലാവരും അവരെ ആദരിക്കണം. കാരണം അവർ ബ്രഹ്മത്തെ, മനുഷ്യനായി ജനിച്ച് ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ചവരാണ്. അവരുടെ പ്രാധാന്യം, മഹത്വം ലോകം അറിയണം. അതാണ് ശ്രീവത്സം എന്ന മറുകു പോലും ഭഗവാൻ അവിടെ ഒരു അലങ്കാരമായി കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞന്മാരുടെ ശാപം ഞാൻ ഒഴിവാക്കില്ല, നിങ്ങളത് അനുഭവിച്ചു വരൂ, പക്ഷെ വിഷമിക്കണ്ട, ഞാൻ തന്നെ വരും നിങ്ങളെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്, അവരെ വിടുകയാണ്. അങ്ങനെ അവർ അതോ ലോകങ്ങളിലേക്ക് താഴ്ന്ന് പോയി. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവന്മാരോട് ബ്രഹ്മാവ് പറയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ദേവന്മാരോട് പറയാണ്, ഇതിനൊരു പരിഹാരം, ഇത് പ്രകൃതി നിശ്ചയമാണ്. ഇത് സനകാദി മഹർഷിമാർ ബ്രഹ്മജ്ഞന്മാരാണ്. ഏത് സാഹചര്യത്തിലും മനസ്സിനെ സമനിലയിൽ, തിദീക്ഷാഭാവത്തിൽ നിലനിർത്താൻ കഴിവുള്ളവരാണ്, ബാലൻസ്ഡ് ആക്കി നിർത്താൻ. സുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തരായിട്ടുള്ള സനകാദി മഹർഷിമാർ പോലും ഒരു നിമിഷ നേരത്തേക്ക് അവർക്ക് ദേഷ്യം കയറി, അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിനെ അവർക്ക്, മനസ്സിൻ്റെ ആ ദേഷ്യത്തെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ദിതി, ഇത്രയും ജ്ഞാനമുള്ള ദിതിക്ക് ആ ഒരു നിമിഷ നേരത്തെ ആ വികാരത്തെ നിയന്ത്രിക്കാൻ, ആ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവരൊക്കെ, അവർ പോലും ആ പ്രകൃതിയുടെ, ആ ബ്രഹ്മജ്ഞന്മാർ പോലും ഒരർത്ഥത്തിൽ ആ പ്രകൃതിയുടെ വിധിക്ക് എന്താ പറയുക, വിധേയരായി പോയി. അപ്പോൾ ഇത് പ്രകൃതി നിശ്ചയമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് ഇതൊക്കെ നടക്കണം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പരിഹാരവും ഭഗവാൻ തന്നെ
ചെയ്തു വരും. ഭഗവാൻ തന്നെ അതിൻ്റെ പരിഹാരവും ചെയ്തുകൊള്ളും. നമ്മളിവിടെ കുറേ നേരം ഇതിനെക്കുറിച്ച് നിന്ന് ആലോചിച്ച് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞ് അങ്ങനെ ദേവന്മാരൊക്കെ തിരിച്ച് സമാധാനത്തോടെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടം വരെയാണ് നമ്മൾ 16-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി അധ്യായം 17. ഈ അധ്യായത്തിൽ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം, പിന്നെ സമസ്ത ലോകത്തിലും ഹിരണ്യാക്ഷൻ്റെ വിജയം, ഇതാണ് നമ്മൾ 17-ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച നിശമ്യ ആത്മഭുവാ ഗീതം കാരണം ശങ്കയാ ഉജ്ഹിതാഃ തതഃ സർവേ ന്യവർത്തന്ത ത്രിദിവായ ദിവൗകസാ. നിശമ്യ ആത്മഭുവാ ഗീതം കാരണം ശങ്കയാ ഉജ്ഹിതാഃ തത സർവേ ന്യവർത്തന്ത ത്രിദിവായ ദിവൗകസാ. മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിശമ്യ കേട്ടപ്പോൾ, ആത്മഭുവ സ്വയംഭുവായിട്ടുള്ള ഭഗവാൻ ആരാ? ബ്രഹ്മദേവൻ. ഗീതം എന്നുവെച്ചാൽ പറയുന്നത്, ബ്രഹ്മദേവൻ വിശദമായി പറഞ്ഞു കൊടുത്തത് കേട്ടപ്പോൾ. അതെന്തായിരുന്നു പറഞ്ഞു കൊടുത്തത്? കാരണം, അതായത് ലോകം മുഴുവനും ഈ അന്ധകാരം വ്യാപിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണല്ലോ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ, ആ 2 ഭൂമിയിലേക്ക് വന്ന 2 മക്കളാണ് കശ്യപ പ്രജാപതിയുടെ വീര്യത്തിൽ പ്രവേശിച്ച് ദിതിയുടെ ഗർഭത്തിൽ വളരുന്ന 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കാരണമാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ബ്രഹ്മദേവൻ വിശദമായി പറഞ്ഞു കൊടുത്ത ആ കാരണത്തെ കേട്ടപ്പോൾ ശങ്കയാ ഉജ്ഹിതാഹ, എല്ലാ ഭയത്തിൽ നിന്നും മുക്തരായിട്ട്, തതഹ അതിനുശേഷം ദിവൗകസ സർവേ ദിവൗകസ എല്ലാ ദേവന്മാരും ന്യവർത്തന്ത തിരിച്ചുപോയി, ത്രിദിവായ ദേവലോകത്തെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് ദേവന്മാരെല്ലാം തിരിച്ചുപോയി എന്ന്. അപ്പം മൈത്രേയ മഹർഷി പറയാണ്, ദേവന്മാർ ചോദിച്ച ചോദ്യത്തിന് ബ്രഹ്മദേവൻ വിശദമായി ഈ ഒരു തിമിരം അന്ധകാരം വ്യാപിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടപ്പോൾ ദേവന്മാർ അവരുടെ ഭയമെല്ലാം പോയി മുക്തരായിട്ട് അവരെല്ലാവരും ദേവലോകത്തെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ശ്ലോകം 2. ദിദിഹി തു ഭർത്തു ആദേശാദ് അപത്യപരിശങ്കിനി പൂർണേ വർഷശതേ സാധ്വി പുത്രൗ പ്രസുഷുവേ യമൗ. ദിദിഹി തു ഭർത്തു ആദേശാദ് അപത്യപരിശങ്കിനി പൂർണേ വർഷശതേ സാധ്വി പുത്രൗ പ്രസുഷുവേ യമൗ. ദിതി ഭർത്തു ആദേശാത്, സ്വന്തം അവളുടെ ഭർത്താവായിട്ടുള്ള കശ്യപ മഹർഷി പറഞ്ഞതെല്ലാം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് അപത്യ പരിശങ്കിനി, സ്വന്തം മക്കള് ഈ ലോകത്തിന് നാശം വിതയ്ക്കുന്നവരാകുമോ എന്ന് ഭയന്നിട്ട്, അതാണ് അപത്യ പരിശങ്കിനി, എൻ്റെ ഗർഭത്തിൽ വളരുന്ന മക്കള് ഈ ലോകത്തിന് ആപത്തുണ്ടാക്കുന്ന മക്കളായി പിറക്കുമോ എന്ന് ഭയന്നിട്ട് പൂർണ്ണമായും വർഷശതേ എന്ന് വെച്ചാൽ 100 വർഷം സാധ്വി, ആ പതിവ്രതയായ സ്ത്രീ ദിതി 100 വർഷം പൂർണ്ണമായിട്ടും ആ ഗർഭത്തിൽ അവരെ ചുമന്നിട്ട് പുത്രൗ യമൗ, പുത്രൗ എന്ന് പറയുമ്പോൾ 2 യമൗ എന്ന് വെച്ചാൽ ഇരട്ടകളായ 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന്. 100 വർഷം കൊണ്ട് നടന്നു. പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാതായപ്പോൾ ദിതി അങ്ങനെ ഭർത്താവ് പറയുന്ന ആ വാക്ക് കേട്ടിട്ടാണ് തൻ്റെ മക്കള് ഈ ലോകത്തിന് നാശം വിതയ്ക്കോ എന്ന് ഭയന്നിട്ട് 100 വർഷം ആ കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ കൊണ്ട് നടന്നു. അവസാനം 100 വർഷം പൂർത്തിയായപ്പോൾ ദിതി അവരെ 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. ശ്ലോകം 3. ഉത്പാദ ബഹവഃ തത്ര നിബേദു ജായമാനയോഃ ദിവി ഭുവി അന്തരീക്ഷേ ച ലോകസ്യ ഉരുഭയ ആവഹ. ഉത്പാദ ബഹവഃ തത്ര നിബേദു ജായമാനയഃ ദിവി ഭുവി അന്തരീക്ഷേ ച ലോകസ്യ ഉരുഭയ ആവഹ. അതായത് ഉത്പാദ ബഹവഹ, അതായത് ഒരു ദുർലക്ഷണങ്ങൾ, അപകടകരമായ ലക്ഷണങ്ങൾ, ബഹവഹ അനേകം, തത്ര അവിടെ, നിബേദു ഉണ്ടായി, ജായമാനയഃ ഈ 2 കുഞ്ഞുങ്ങൾ ജനിച്ച വഴിക്ക് അവിടെ ഭൂമിയിലൊക്കെ വളരെ ദുർലക്ഷണങ്ങൾ, അപകടകരമായ പല ലക്ഷണങ്ങളും ഉണ്ടായി. ദിവി എന്ന് വെച്ചാൽ ദേവലോകത്തും, ഭുവി ഭൂമിയിലും, അന്തരീക്ഷത്തിലും ഒക്കെ, ലോകസ്യ അങ്ങനെ ലോകം മുഴുവനും, ഉരുഭയ ആവഹ അത്യധികം ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള ദുർലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയെന്ന്. ഈ കുഞ്ഞുങ്ങൾ ജനിച്ച
ജനിച്ച മാത്രയിൽ തന്നെ ദേവലോകത്തും ഭൂമിയിലും അന്തരീക്ഷത്തിലുമൊക്കെ എല്ലാ ലോകങ്ങളിലും അത്യധികമായ ഭയത്തെ ഉണ്ടാക്കുന്ന ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കുഞ്ഞുങ്ങൾ ജനിച്ച വഴിക്ക്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ എന്തൊക്കെയായിരുന്നു ആ ദുർലക്ഷണങ്ങൾ എന്നാണ് വിശദീകരിക്കുന്നത് കേട്ടോ. ശ്ലോകം 4. സഹ അചല ഭുവ ചേലു ദിശ സർവ പ്രജ്വലു സ ഉൽക്കാഹ ച അശനയഃ പേതുഃ കേതവഃ ച അർത്തിഹേതവഃ. സഹ അചല ഭുവ ചേലു ദിശ സർവ പ്രജ്വലുഃ സ ഉൽക്കാഹ ച അശനയഃ പേതുഃ കേതവഃ ച അർത്തിഹേതവഃ. സഹ അതോടൊപ്പം, അപ്പം ആ ദുർലക്ഷണങ്ങൾ എന്താണെന്ന് പറയുന്നത്. അതോടൊപ്പം അജല എന്ന് വെച്ചാൽ പർവ്വതങ്ങൾ, ഭുവ എന്ന് വെച്ചാൽ ഭൂപ്രദേശങ്ങൾ, ചേലു കുലുങ്ങാൻ തുടങ്ങിയെന്ന് എന്ന് വെച്ചാൽ ഒരു ഭൂമി കുലുക്കണ്ടായിന്ന് അവിടെ വന്നപ്പോൾ അവർ ജനിച്ചു വീണപ്പോൾ തന്നെ പർവ്വതങ്ങളും ഭൂപ്രദേശങ്ങൾ കണ്ടു തുടങ്ങി കുഞ്ഞുങ്ങൾ ജനിച്ച വഴിക്ക്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ എന്തൊക്കെയായിരുന്നു ആ ദുർലക്ഷണങ്ങൾ എന്നാണ് വിശദീകരിക്കുന്നത് കേട്ടോ. ശ്ലോകം 4. സഹ അചല ഭുവ ചേലു ദിശ സർവ പ്രജ്വലു സ ഉൽക്കാഹ ച അശനയഃ പേതുഃ കേതവഃ ച അർത്തിഹേതവഃ. സഹ അചല ഭുവ ചേലു ദിശ സർവ പ്രജ്വലുഃ സ ഉൽക്കാഹ ച അശനയഃ പേതുഃ കേതവഃ ച അർത്തിഹേതവഃ. സഹ അതോടൊപ്പം, അപ്പം ആ ദുർലക്ഷണങ്ങൾ എന്താണെന്ന് പറയുന്നത്. അതോടൊപ്പം അജല എന്ന് വെച്ചാൽ പർവ്വതങ്ങൾ, ഭുവ എന്ന് വെച്ചാൽ ഭൂപ്രദേശങ്ങൾ, ചേലു കുലുങ്ങാൻ തുടങ്ങിയെന്ന് എന്ന് വെച്ചാൽ ഒരു ഭൂമി കുലുക്കണ്ടായിന്ന് അവിടെ വന്നപ്പോൾ അവർ ജനിച്ചു വീണപ്പോൾ തന്നെ പർവ്വതങ്ങളും ഭൂപ്രദേശങ്ങളും കുലുങ്ങാൻ തുടങ്ങി. സർവദിശ എല്ലാ ദിക്കുകളും പ്രജ്വലു ആ അഗ്നി ആളിക്കത്തിയിട്ട്, അതായത് കത്തി ജ്വലിക്കാൻ തുടങ്ങിയെന്ന്. കാടുകളും ഒക്കെ കത്തി, മരങ്ങളൊക്കെ കൂട്ടി ഉരസിയിട്ട് ആകെ തീ ആളിപ്പടർന്ന ദിക്കുകളൊക്കെ കത്തി ജ്വലിക്കാൻ തുടങ്ങി. സ ഉൽക്ക അതോടൊപ്പം ഉൽക്കകള് ച അശനയ എന്ന് വെച്ചാൽ ഇടിമിന്നലുകളോടൊപ്പം പേതു താഴേക്ക് പതിച്ചു എന്ന്. ഉൽക്കകളും ഒപ്പം ഇടിമിന്നലും താഴേക്ക് ഭൂമിയിലേക്ക് പതിച്ചു. കേതവഹ ധൂമകേതുക്കൾ, അർത്തിഹേതവഹ എന്ന് വെച്ചാൽ ദുഃഖത്തിന് അപകടത്തിന് കാരണമാകുന്ന സൂചന നൽകുന്ന ധൂമകേതുക്കളും ഭൂമിയിലേക്ക് താഴേക്ക് പതിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ പർവ്വതങ്ങൾ ഭൂപ്രദേശങ്ങളൊക്കെ കുലുങ്ങാൻ തുടങ്ങി, സകല ദിക്കുകളിലും അഗ്നി ആളി പടരാൻ തുടങ്ങി, ഉൽക്കകളും ഇടിമിന്നലും ഒക്കെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. അപകട സൂചന നൽകുന്ന എന്തെങ്കിലും ഒരു ആപത്ത് പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുമ്പോൾ സൂചന നൽകാനായി ഉൽക്കകൾ താഴേക്ക് പതിക്കും. അതിൽ ധൂമകേതുക്കൾ താഴേക്ക് പതിക്കാനും തുടങ്ങി. ശ്ലോകം 5. വവൗ വായു സുദുസ്പർശഃ ഫുത്കാരൻ ഈരയൻ മുഹു ഉന്മൂലയൻ നഖപതീൻ വ്യാത്യ അനീകഃ രജഃ ധ്വജഃ. വവൗ വായു സുദുസ്പർശഃ ഫുത്കാരൻ ഈരയൻ മുഹു ഉന്മൂലയൻ നഖപതീൻ വ്യാത്യ അനീകഃ രജഃ ധ്വജഃ. വവൗ വായു വീശിയടിക്കുന്ന കാറ്റ്. അപ്പൊ കാറ്റ് അടിച്ച് വീശിയടിക്കാൻ, ചുഴലിക്കാറ്റ് പോലെ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. അത് സുദുസ്പർശ, അതായത് മാർദ്ദവമുള്ള സ്പർശമല്ല. നമ്മൾ നല്ല മന്ദമാരുതൻ വീശുമ്പോൾ നമ്മൾക്ക് ആ കാറ്റ് മേല് വന്ന് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് വരിക അല്ലേ. ഇത് സുദുസ്പർശ ദുസ്സഹമാണെന്ന്, അതായത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തിൽ സ്പർശിക്കുന്ന ചുഴലിക്കാറ്റാണ് വീശുന്നത്. അതോടൊപ്പം ഫുത്കാരൻ എന്ന് വെച്ചാൽ എന്താ, ഹൂങ്കാരം എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റിൻ്റെ വീശിയടിക്കുന്ന ശബ്ദം. അപ്പോൾ അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കിയിട്ടാണ് കാറ്റ് വീശുന്നത്. അങ്ങനെ ഈരയൻ എന്ന് വെച്ചാൽ വീശിയടിക്കുന്നു, മുഹു എന്ന് വെച്ചാൽ വീണ്ടും ചുഴലിക്കാറ്റ് വീശിയടിക്കണം ഹൂങ്കാര ശബ്ദത്തോടു കൂടിയിട്ട്. അങ്ങനെ ഉന്മൂലയൻ നഖപതീൻ, ഉന്മൂലയൻ എന്ന് വെച്ചാൽ വേരോടെ പിഴുതെടുക്കുകയാണ്. നഖപതീൻ എന്ന് വെച്ചാൽ വൻ വൃക്ഷങ്ങളെ വേരോടെ പിഴുതെടുക്കുന്നു ആ കാറ്റ്. എന്നിട്ട് ഈ വൃക്ഷങ്ങളെയും കൊണ്ടാണ് കാറ്റ് വരുന്നത്. അത് വരുമ്പോൾ വ്യാത്യ എന്ന് വെച്ചാൽ ആ ചുഴലിക്കാറ്റ് അനീക എന്ന് വെച്ചാൽ സേന, ഒരു യുദ്ധത്തിന് വരുന്ന ഒരു സൈനിക വ്യൂഹം, ആ സേനകൾ, രജഹ പൊടിപടലങ്ങൾ, ധ്വജഹ ഒരു ധ്വജം കൊടിയുണ്ടല്ലോ, ആ ധ്വജം കയ്യിലേറ്റിയിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത ഒരു സേന, ആ അവര് നടന്നു വരുന്നത് പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു എന്ന്. ഈ വൻ വൃക്ഷങ്ങളെയൊക്കെ കടയോടെ ചുഴറ്റിയെടുത്തിട്ട് പൊടിപടലങ്ങളെ പറത്തിയിട്ട് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഹൂങ്കാരനാദം മുഴക്കിയിട്ടുള്ള വലിയ ചുഴലിക്കാറ്റുകളും ആ സമയം അവിടെ ഉണ്ടായി. അതാണ് ആ പറഞ്ഞത്.
അപ്പം അതിനെ ഒരു ഉപമിച്ചതായിരുന്നു സേനകൾ. ഒരു സേന കൊടി എന്താ പറയുക, ആ കൊടി ഉയർത്തിയിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് ഇരമ്പിക്കൊണ്ട് സേന പാഞ്ഞു വരുന്നത് പോലെയായിരുന്നു ചുഴലിക്കാറ്റ്. ഈ വൃക്ഷങ്ങളെയൊക്കെ കടപുഴകി എടുത്തിട്ട് കാറ്റത്തിങ്ങനെ പൊടിപടലങ്ങളും വൃക്ഷങ്ങളൊക്കെ ആഞ്ഞടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ശ്ലോകം 6. ഉദ്ദസത് തടിത് അംബോധ ഘടയാ നഷ്ടഭാഗേന വ്യോംനി പ്രവിഷ്ടതമസ നസ്മ വ്യാദൃശ്യതേ പദം. ഉദ്ദസത് തടിത് അംബോധ ഘടയാ ഭാഗണേ വ്യോംനി പ്രവിഷ്ടതമസ നസ്മ വ്യാദൃശ്യതേ പദം. ഉദ്ദസത് തടിത് എന്ന് വെച്ചാൽ ഉറക്കെ അട്ടഹസിക്കുന്ന രീതിയിൽ തടിത് എന്ന് വെച്ചാൽ ഇടിമിന്നലുകളും വന്നു. അംബോധ മേഘക്കൂട്ടത്തിനോടൊപ്പം. അപ്പോൾ മേഘക്കൂട്ടത്തിനോടൊപ്പം മേഘങ്ങൾ, കറുത്തിരുണ്ട കാർമേഘങ്ങൾ, ആ കാർമേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉറക്കെ അട്ടഹസിക്കുന്ന രീതിയിൽ ഇടിമിന്നൽ. അപ്പോൾ അത്രയും ശക്തമായ ശബ്ദത്തോടു കൂടി ഇടിമിന്നലും ഇരുണ്ട് പിടിച്ച കാർമേഘങ്ങളും ഒരുമിച്ചാണ് വന്നത്. നഷ്ടഭാഗേന. അപ്പോൾ എന്താ സംഭവിച്ചത്? ആകാശത്ത് നിൽക്കുന്ന ജ്യോതിർഗോളങ്ങൾ ഉണ്ടല്ലോ, പ്രകാശം നൽകുന്ന ജ്യോതിർഗോളങ്ങളുടെയൊക്കെ പ്രകാശം കെട്ടുപോയി, അതിൻ്റെയൊക്കെ തേജസ് ഇല്ലാതായി, ക്ഷയിച്ചു. അങ്ങനെ വ്യോംനി എന്ന് വെച്ചാൽ ആകാശം മുഴുവൻ പ്രവിഷ്ടതമസ, ഒരു അന്ധകാരം, ഈ ഒരു കാർമേഘം വന്നപ്പോൾ ഒരു അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങി. പ്രവിഷ്ടതമസ. അപ്പോൾ എന്താ സംഭവിച്ചത്? ന സ്മ വ്യാദൃശ്യതേ പദം. ഒരു സ്ഥലവും കാണാൻ പറ്റാത്ത പോലെയായി എന്ന്. ആകെ ഇരുട്ടായി ആ നിമിഷം. അപ്പോൾ ഉറക്കെ ഉള്ള ശബ്ദത്തിൽ ഇടിമിന്നലുകളും കറുത്തിരുണ്ട് കാർമേഘക്കൂട്ടങ്ങളും വന്നു. അപ്പോൾ ആകാശത്തുള്ള ജ്യോതിർഗോളങ്ങളുടെ ആ തേജസ്സൊക്കെ ക്ഷയിച്ചു. ആകാശം മുഴുവൻ ഒരു ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. അതോടെ ഒരു സ്ഥലവും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇരുട്ടായി മാറി അവിടെ. അപ്പോൾ ഭൂമി കുലുക്കമുണ്ടായി, ഉൽക്കകളും ധൂമകേതുക്കളും വന്നു, കാട്ടുതീ പടർന്നു കയറാൻ തുടങ്ങി, ചുഴലിക്കാറ്റ് പോലെ വീശിയടിക്കുന്ന കാറ്റ് വന്നു. അതോടൊപ്പം തന്നെ ഇടിമിന്നലും കാർമേഘവും ഒക്കെ വന്ന് ആകാശമാകെ ഇരുട്ടായി. ഒരു സ്ഥലവും കാണാൻ പറ്റാത്ത രീതിയിൽ അന്ധകാരം വ്യാപിച്ചു. ഇനി ശ്ലോകം 7. ചുക്രോശ വിമനാവാർധി ഉദുർമി ക്ഷുഭിതോദരഃ സ ഉദപാനഃ ച സരിതഃ ചുക്ഷുഭു ശുഷ്കപങ്കജ. ചുക്രോശ വിമനാവാർധി ഉദുർമിഃ ക്ഷുഭിതോദരഃ സ ഉദപാനഃ ച സരിതഃ ചുക്ഷുഭുഃ ശുഷ്കപങ്കജ. ചുക്രോശ ഉച്ചത്തിൽ നിലവിളിക്കുകയെന്ന്, അതായത് വിമന എന്ന് വെച്ചാൽ സങ്കടപ്പെട്ടിട്ട്. അങ്ങനെ അതിലുള്ള താമരപ്പൂക്കളൊക്കെ വാടിപ്പോയി. ഇനി ശ്ലോകം 8. മുഹുഹു പരിദയോ അഭുവൻ. മുഹുഹു പരിദയഃ അഭുവൻ. സ രാഹോ ശശിസൂര്യയോഃ നിർഘാത രഥ നിർഹ്രാദ വിവരേഭ്യഃ പ്രജഞ്ചിരേ. മുഹുഹു പരിദയഃ അഭുവൻ. സ രാഹോ ശശിസൂര്യയഃ നിർഘാത രഥ നിർഹ്രാദ വിവരേഭ്യഃ പ്രജഞ്ചിരേ. അതായത് മുഹുഹു വീണ്ടും വീണ്ടും, പരിദയഃ രൂപമാറ്റം, പരിദയഃ എന്ന് വെച്ചാൽ രൂപം മാറുക, അഭുവൻ ഉണ്ടായി എന്ന്. സ രാഹു, അതായത് രാഹു ഗ്രഹത്താൽ വിഴുങ്ങപ്പെട്ടിട്ട്, അതായത് ഗ്രഹണം നടക്കുന്ന സമയത്ത് ശശി സൂര്യയഃ, സൂര്യനും ചന്ദ്രനും ഗ്രഹണം നടക്കുന്ന സമയത്ത് അതിൻ്റെ രൂപമാറ്റം സംഭവിക്കല്ലോ എന്ന് പറയുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കടിക്ക് ഉണ്ടാവാൻ തുടങ്ങിയെന്ന്. അതായത് രാഹു ഗ്രഹം അത് വിഴുങ്ങുന്നത് കൊണ്ടാണല്ലോ ആ ഗ്രഹണം നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹണത്തിന്റെ ഫലമായിട്ട് സൂര്യചന്ദ്രന്മാർക്ക് രൂപത്തിൽ മാറ്റം വരുമ്പോൾ അത് നിശ്ചിത സമയങ്ങളിലല്ല, ഇത് വീണ്ടും വീണ്ടും, അതായത് അടിക്കടിക്ക് സൂര്യചന്ദ്രന്മാർക്ക് രൂപമാറ്റം വന്നു തുടങ്ങി. നിർഗാത ഇടിവെട്ടുന്ന ശബ്ദം. രഥ നിർഹ്രാദ എന്ന് വെച്ചാൽ ഒരു രഥം ഓടി വരുന്നത് പോലെ. വിവരേഭ്യഃ, അതായത് പർവ്വതങ്ങളുടെ ഉള്ളിൽ നിന്നും, പർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ പർവ്വതങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രജഞ്ചിരേ ഉദ്ഭവിച്ചു എന്ന്. പർവ്വതങ്ങളുടെയൊക്കെ ഉള്ളിൽ നിന്നും ഒരു രഥം തേരി ഇങ്ങനെ പാഞ്ഞു വരുന്നത് പോലെ ഇടിമിന്നുന്ന ശബ്ദം, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇടിമിന്നലോടുകൂടി ഒരു ഭയങ്കരമായ ശബ്ദം പർവ്വതങ്ങളുടെ ഉള്ളിൽ നിന്നും വരാൻ തുടങ്ങി. സൂര്യചന്ദ്രന്മാർക്ക് അടിക്കടി, അതായത് ഗ്രഹണം അടിക്കടി സംഭവിച്ച രൂപമാറ്റങ്ങൾ വരിക, ചുഴലിക്കാറ്റ് വീശ, നദികളൊക്കെ കലങ്ങി മറിയുക, സമുദ്രങ്ങളിൽ വൻ തിരമാലകൾ ഉണ്ടാവുക, ഭൂമി കുലുക്കം ഉണ്ടാവുക, ഉൽക്കകൾ പതിക്കുക,
അതുപോലെ ചുഴലിക്കാറ്റ് വീശുക, അങ്ങനെ അന്തരീക്ഷം മുഴുവൻ പ്രകൃതി ശരിക്കും വരാൻ പോകുന്ന ഒരു ആപത്തിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ദുർലക്ഷണങ്ങളായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായത്. ഇനി ശ്ലോകം 9. അന്തർഗ്രാമേഷു, നമ്മൾ പറയല്ലോ, അതായത് എന്തെങ്കിലും ഒരു വലിയ ആപത്ത്, പ്രകൃതി ദുരന്തം വരാൻ പോകുന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് അത് മുന്നേ മനസ്സിലാക്കാൻ പറ്റും. നായകള്, കുറുക്കന്മാര്, ഇവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും. ഭൂമിക്കടിയിൽ നിന്നുള്ള സ്പന്ദനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്ക് ആ ചെറിയ ശബ്ദം സ്പന്ദനങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ രീതിയിൽ അവർ ഭയങ്കര ഉറക്കെ ഓളിയിടുക, അപശബ്ദങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ അവർ കുളമ്പ് കൊണ്ടൊക്കെ നിലത്ത് കുത്തി നിൽക്കുക. അങ്ങനെയുള്ള ലക്ഷണക്കേടുകൾ മൃഗങ്ങൾ ചില സമയത്ത് കാണിക്കും. അത് എന്തെങ്കിലും പ്രകൃതിയിൽ വരുന്ന വലിയ ആപത്തുകളെ, ദുരന്തങ്ങളെ അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഈ 9 തൊട്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അന്തർഗ്രാമേഷു മുഗതഃ വമന്ത്യഃ വഹ്നി ഉൽബണം സൃഗാല ഉലൂക ഡങ്കാരെ പ്രണേതു അശിവം ശിവഃ. അന്തർഗ്രാമേഷു മുഗതഃ വമന്ത്യഃ വഹ്നി ഉൽബണം സൃഗാല ഉലൂക ഡങ്കാരെ പ്രണേതു അശിവം ശിവഃ. അതായത് അന്തർഗ്രാമേഷു, ഗ്രാമങ്ങളുടെയൊക്കെ ഉള്ളിൽ നിന്ന്, മുഖതഃ വമന്തി വഹ്നി ഉൽബണം, വായിൽ നിന്ന് അഗ്നി പുറത്തേക്ക് ഛർദ്ദിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഗ്രാമങ്ങളിലൊക്കെയുള്ള ശൃഗാല, കുറുക്കന്മാർ, ഉലൂക, മൂങ്ങകള്, ഡങ്കാരെ ഒരു വല്ലാത്ത രോദനം പുറപ്പെടുവിപ്പിച്ചു. പ്രണേതു എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു അവരിൽ നിന്ന്. അത് അശിവം എന്ന് വെച്ചാൽ എന്താ? മംഗളം അല്ലാത്ത, അതായത് അശുഭകരമായിട്ടുള്ള ശബ്ദം. അത് ശിവാഹ. ശിവാഹ എന്ന് വെച്ചാൽ പെൺകുറുനരികൾ എന്നാണ്. പെൺകുറുനരികള്, അതുപോലെ കുറുക്കന്മാര്, അതുപോലെ മൂങ്ങകള്, ഇവയൊക്കെ ഒരു അശുഭകരമായ ശബ്ദത്തെ, ഒരു രോദനം പുറത്തേക്ക് പുറപ്പെടുവിച്ചു എന്ന്. അതായത് അവയുടെ വായിൽ നിന്നും അഗ്നി പുറത്തേക്ക് ഛർദ്ദിക്കുന്നത് പോലെ ഭയങ്കരമായ ഒരു ശബ്ദത്തെ, ആൾ കേൾക്കുന്നവർക്കൊക്കെ ഒരു ഭയം തോന്നുന്ന പോലെയുള്ള ഒരു ശബ്ദമാണെന്ന്. കുറുക്കന്മാരുടെ ഓളിയിടല്, പെൺകുറുനരികളുടെ ശബ്ദം, അതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു രോദനമായിരുന്നു അവിടെ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന്. ഇനി ശ്ലോകം 10. സംഗീതവത് രോദനവത് ഉന്നമയ്യ ശിരോധരാം വ്യമുഞ്ജൻ വിവിധാ വാചാഹ ഗ്രാമസിംഹ തതഃ തതഃ. സംഗീതവത് രോദനവത് ഉന്നമയ്യ ശിരോധരാം വ്യമുഞ്ജൻ വിവിധാ വാചഃ ഗ്രാമസിംഹ തതഃ തതഃ. സംഗീതം, പാട്ടുപാടുന്നത് പോലെയും, രോദനവത്ത് ഉറക്കെ കരയുന്നത് പോലെയോ, ഉന്നമയ്യ, ഉന്നമയ്യ എന്ന് വെച്ചാൽ ഉയർത്തിപ്പിടിച്ച, ശിരോധരാം എന്ന് വെച്ചാൽ കഴുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട്, വിവിധ വാചഹ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ, രോദനങ്ങൾ, വിമുഞ്ചൻ ഉണ്ടാക്കിയെന്ന്. ആരാണ് ഉണ്ടാക്കിയത്? ഗ്രാമസിംഹ. ഗ്രാമസിംഹ എന്ന് വെച്ചാൽ ഗ്രാമത്തിനെ സംരക്ഷിക്കുന്നവരായിട്ടുള്ള നായകള് തതഹ അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്നിട്ട് അവയുടെ കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്ക കുരച്ച് അവര് പാട്ടുപാടുകയാണോ ഉറക്ക നിലവിളിക്കുകയാണോ എന്ന് അറിയില്ല. അതുപോലെ അവര് ഓടി നടന്നുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഉറക്കെ കുരച്ചുകൊണ്ട് പല വിധത്തിലുള്ള അപശബ്ദങ്ങൾ നായകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ശ്ലോകം 11. ഗരഹാച്ച കർക്കശേ ക്ഷത്ത ഗുരൈ ഗ്നന്ദോ ധരാതലം ഗാഹകാര രഭസ മത്താ പര്യധാവൻ വരൂദശ. ഘരാശ്ച ഗരഹ ച കർക്കശൈഃ ക്ഷത്തഃ ഗുരൈ ഗ്നന്ദോ ധരാതലം ഗാഹകാര രഭസ മത്താ പര്യധാവൻ വരൂദശ. അപ്പൊ ഘരാശ്ച എന്ന് വെച്ചാൽ കഴുതകള്, ഗരഹ എന്ന് വെച്ചാൽ കഴുതകള്, കർക്കശ എന്ന് വെച്ചാൽ മൂർച്ചയുള്ള, ഗുരൈ എന്ന് വെച്ചാൽ അവയുടെ കുളമ്പ് കൊണ്ട്. ക്ഷത്ത എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെയാണ് കേട്ടോ വിളിക്കുന്നത്. അല്ലയോ ക്ഷത്ത, വിതുരരെ. കഴുതകള് അവയുടെ മൂർച്ചയുള്ള കുളമ്പിനാൽ ഗ്നന്തോ എന്ന് വെച്ചാൽ ഇടിച്ചു കുത്തുകയാണെന്ന്. ധരാതലം ഭൂമിയിലെ നിലത്ത് ഇങ്ങനെ ഇടിച്ചു കുത്തിക്കൊണ്ടിരുന്നു എന്ന് കഴുതകള്. അങ്ങനെ ഘാകാര രഭസ, ഘാകാര എന്ന് വെച്ചാൽ കരയ, രഭസ എന്ന് വെച്ചാൽ ഉറക്കെ കരഞ്ഞ് ശബ്ദമുണ്ടാക്കി. മത്ത എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ. പര്യധാവൻ വരൂദശ, വരൂദശ എന്ന് വെച്ചാൽ കൂട്ടമായിട്ട് പര്യധാവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് കഴുതകള് ഉറക്കെ ശബ്ദമുണ്ടാക്കി കരയാൻ
തുടങ്ങി. അവയുടെ മൂർച്ചയുള്ള കുളമ്പുകൾ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ ഇടിച്ചു കുത്താൻ തുടങ്ങിയെന്ന്. അതൊക്കെ ഒരു തരം അപലക്ഷണമാണ് കാണിക്കുന്നത്. നാൽക്കാലികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അപലക്ഷണങ്ങളാണ്. പിന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നായ്ക്കളും കഴുതകളൊക്കെ ഇങ്ങനെ ഗ്രാമത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണെന്ന്, ഉറക്ക കൂട്ടം കൂട്ടമായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഭയം തോന്നാൻ തുടങ്ങി. എന്താണോ ഒരു വലിയ അപലക്ഷണം, എന്താണ് മൃഗങ്ങളുടെ ഒക്കെ ഇങ്ങനെ അസമയത്തുള്ള ശബ്ദങ്ങളൊക്കെ വരുന്നതും, ചുഴലിക്കാറ്റും അന്ധകാരവും എല്ലാം കൂടി ഭൂമി കുലുക്കവും, അവർക്കൊക്കെ ഭയമാവാൻ തുടങ്ങി. ശ്ലോകം 12. രുദന്തഃ രാസഭഃ ത്രസ്ത നീടാത് ഉദവദൻ ഗഗ ഘോഷേ അരണ്യേ ച പശവഃ ശകൃത് മൂത്രം അകുർവദ. രുദന്തഃ രാസഭഃ ത്രസ്ത നീടാത് ഉദവദൻ ഗഗ ഘോഷേ അരണ്യേ ച പശവഃ ശകൃത് മൂത്രം അകുർവദഃ. രുദന്തഃ കരഞ്ഞുകൊണ്ട്, ഗഗ എന്ന് വെച്ചാൽ പക്ഷികള്, രാസഭ ത്രസ്ത കഴുതകളൊക്കെ ഉറക്കെ ഓളിയിടുന്ന ആ ശബ്ദം കേട്ടിട്ട് ഭയന്നിട്ട് പേടിച്ചിട്ട്, ത്രസ്ത എന്ന് വെച്ചാൽ ഭയന്ന് പേടിച്ച്, നീടാത് എന്ന് വെച്ചാൽ കൂടുകളിൽ നിന്നും ഉദപതൻ പറന്നുയർന്ന് പക്ഷികൾ കരഞ്ഞുകൊണ്ട് പറന്നുയർന്നു. അപ്പൊ തൊട്ടുമുന്നത്തെ ശ്ലോകത്തിൽ കഴുതകൾ ഉറക്കെ കരയുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കഴുതകൾ ഇങ്ങനെ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടപ്പോൾ പക്ഷികൾക്ക് പേടിയായിട്ട് അവരുടെ കൂടുകളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഉറക്കെ പറന്ന് പോയി എന്നാണ്. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർ കൂടുകളിൽ നിന്നും പറന്നുപോയി. ഇനി ഘോഷേ അരണ്യേ, ഘോഷേ എന്ന് വെച്ചാൽ കാലി തൊഴുത്തുകളിലും അരണ്യ എന്ന് വെച്ചാൽ കാടുകളിലും ഒക്കെ പശവഹ നാൽക്കാലികള് പശുക്കള് ശകൃത് മൂത്രം അതായത് ചാണകവും മൂത്രവും അകുർവത വിസർജിക്കാൻ തുടങ്ങിയെന്ന്. അസമയത്ത് തൊഴുത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കളും നാൽക്കാലികളും അതുപോലെ കാടിലൊക്കെ ഉള്ളവര് ഉള്ള നാൽക്കാലികള് അസമയത്ത് മൂത്രവും ചാണകവും ഒക്കെ വിസർജിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു അശുഭ ലക്ഷണമാണ്. പക്ഷികളൊക്കെ കൂടുകളിൽ നിന്ന് ഉറക്കെ കരഞ്ഞ് ശബ്ദമുണ്ടാക്കി ചെലച്ചുകൊണ്ട് പറന്നു പോവുക. നാൽക്കാലികളൊക്കെ തൊഴുത്തിൽ ഇങ്ങനെ അസമയത്ത് മൂത്രവും ചാണകവും ഒക്കെ വിസർജിക്കുക. ഇനി പശുവിന് വന്ന മാറ്റം ശ്ലോകം 13. ഗാവഹ അത്രസൻ അസൃഗ് ദോഹ സ്തോയത പൂയവർഷിണഃ ഭ്യരുദൻ ദേവലിംഗാനി ദ്രുമാ പേതു വിനാ അനിലം. ഘാവഹ അത്രസൻ അസൃഗ് ദോഹ തോയദഃ പൂയവർഷിണഃ തോയദഃ പൂയവർഷിണഃ വ്യരുദൻ ദേവലിംഗാനി ദ്രുമാ പേതു വിനാ അനിലം. ഘാവഹ പശുക്കള് അത്രസൻ ഭയന്നിട്ട്, അസൃഗ് എന്ന് വെച്ചാല് ഭയന്ന്, അസൃഗ് ദോഹ രക്തം ചുരത്താൻ തുടങ്ങിയെന്ന്. പശുക്കള് പാല് ചുരത്തുന്നതിന് പകരം പേടിച്ചിട്ട് രക്തം ചുരത്താൻ തുടങ്ങി. തോയദഃ എന്ന് വെച്ചാൽ മേഘങ്ങള്, പൂയവർഷിണ മേഘം നല്ല ശുദ്ധമായ മഴവെള്ളമല്ല വർഷിക്കുന്നത്, മലം അതായത് അഴുക്കാണെന്ന് മേഘങ്ങളിൽ നിന്നും മഴയായിട്ട് പെയ്തുകൊണ്ടിരുന്നത്. ശുദ്ധജലമല്ല, അഴുക്കാണ് മേഘങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നത്. പശുക്കളുടെ അകിടിയിൽ നിന്നും പാലല്ല, ഭയന്ന് വിറച്ച് അവര് രക്തമാണ് ചുരത്തിയത്. ഇനി വെരുതൻ എന്ന് വെച്ചാൽ കണ്ണുനീരൊഴുക. ദേവലിംഗാനി സകല ക്ഷേത്രങ്ങളിലുമുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങിയെന്ന്. ദ്രുമ എന്ന് വെച്ചാൽ വൃക്ഷങ്ങള്, പേതു എന്ന് വെച്ചാൽ നിലം പതിച്ചു. വിനാ അനിലം, അനിലം കാറ്റില്ലാതെ, ചുഴലിക്കാറ്റൊന്നും ആ സമയത്ത് ഒരു കാറ്റൊന്നും വരാതെ തന്നെ വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ നിലം പതിച്ചു. ക്ഷേത്രങ്ങളിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിലെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. കാറ്റ് വീശുന്നതിന് മുൻപ് തന്നെ വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ നിലം പതിച്ചു. പശുക്കളുടെ അകിടിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. മേഘങ്ങളിൽ നിന്നും നല്ല ശുദ്ധജലമല്ല മഴയായിട്ട് പെയ്തിരുന്നത്, അഴുക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ദുർനിമിത്തങ്ങൾ മാത്രമായി അവിടെ കണ്ടു. ശ്ലോകം 14. ഗ്രഹാൻ പുണ്യതമാൻ അന്യേ ഭഗണാൻ ച അഭിദീപിതഃ അതിചേരു വക്രഗത്യാ യുയുധഃ ച പരസ്പരം. ഗ്രഹാൻ പുണ്യതമാൻ അന്യേ ഭഗണാൻ ച അഭിദീപിതഃ അതിചേരു വക്രഗത്യാ യുയുധുഃ ച പരസ്പരം. ഗ്രഹാൻ ഗ്രഹങ്ങളുണ്ടല്ലോ, ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ, പുണ്യതമാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഗ്രഹങ്ങൾ, അന്യേ ഭഗണാം ച അഭി അതായത് അന്യഗ്രഹങ്ങൾ, ശുഭമല്ലാത്ത ഗ്രഹങ്ങളുണ്ടല്ലോ അവയുടെ പ്രകാശത്താൽ നല്ല ശുഭകരമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ദീപിത എന്ന് വെച്ചാൽ അന്യഗ്രഹങ്ങള് പ്രകാശിച്ചപ്പോൾ, അതായത് അത്ര ശുഭമല്ലാത്ത ഗ്രഹങ്ങള്
ദീപിത എന്ന് വെച്ചാൽ വളരെ ശക്തിയോടുകൂടി പ്രകാശിച്ചു. അപ്പോൾ മംഗളം നൽകുന്ന ശുഭകരമായിട്ടുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതിചേരൂ, അതിൻ്റെ പ്രകാശത്തെ, തേജസ്സിനെ ഇത് മറികടന്നു എന്നാണ്. അതായത് ശുഭകരമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുടെയും പ്രകാശം മങ്ങിപ്പോകുന്ന രീതിയിൽ അശുഭകരമായ അമംഗളത്തെ വിതയ്ക്കുന്ന ഗ്രഹങ്ങൾ പ്രകാശിച്ചു എന്ന്, അത്യധികമായി പ്രകാശിച്ചു. അത് മാത്രമല്ല വക്രഗതിയ, ഈ ഗ്രഹങ്ങൾ അതിൻ്റെ വക്രഗതിയിൽ ഇങ്ങനെ വന്നപ്പോൾ, ഗ്രഹങ്ങൾ കൃത്യസമമായിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നീക്കം അത് വക്രഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ യുയുദുഹൂച്ച പരസ്പരം, അത് പരസ്പരം കൂട്ടിമുട്ട, ഗ്രഹങ്ങളൊക്കെ പരസ്പരം ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടാൻ തുടങ്ങിയെന്ന്. കാരണം അതിൻ്റെ ഗതിയൊക്കെ വക്രഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഗ്രഹങ്ങൾ. അപ്പോൾ ഇവ പരസ്പരം കൂട്ടിയിടിക്കാൻ തുടങ്ങി. അതുപോലെ ശുഭകരമായ ഗ്രഹങ്ങളുടെ പ്രകാശത്തെ മങ്ങിക്കളയുന്ന രീതിയിൽ അശുഭകരമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വളരെ നന്നായിട്ട് അങ്ങോട്ട് പ്രകാശിക്കാൻ, ശക്തിയോടുകൂടി പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ലതുണ്ടാക്കുന്ന ഗ്രഹങ്ങളെ, നല്ല ലക്ഷണങ്ങളെ, നല്ലതിനെ വിതയ്ക്കുന്ന ഗ്രഹങ്ങളുടെ പ്രകാശം മങ്ങിപ്പോയി. ഇവയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ അത് വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രഹങ്ങളൊക്കെ കൂട്ടിമുട്ടാനും തുടങ്ങി. അപ്പം എത്രമാത്രം ദുർനിമിത്തങ്ങളായിരിക്കും അന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ എന്നൊന്ന് ആലോചിച്ചു. ആ 2 മക്കൾ ജനിച്ചു വീണപ്പോൾ. ശ്ലോകം 15 ദൃഷ്ട്വാ അന്യാൻച മഹാത് ഉത്പാദാൻ അതത് തത്വവിദഃ പ്രജാഃ ബ്രഹ്മപുത്രാൻ ഹൃദേ ഭീതാ മീനീരേ വിശ്വസംപ്ലവം. ദൃഷ്ട്വാ അന്യാൻച മഹാ ഉത്പാദാൻ അതത് തത്വവിദഃ പ്രജാഃ ബ്രഹ്മപുത്രാൻ ഹൃദേ ഭീതാ മേനീരേ വിശ്വസംപ്ലവം. ദൃഷ്ട്വാ എന്ന് വെച്ചാൽ കണ്ടിട്ട്, അന്യാൻ ഇനി മറ്റുള്ള, അന്യാൻച മഹാ ഉത്പാദൻ മറ്റുള്ള എല്ലാ, ഇതുകൂടാതെ മറ്റെല്ലാ ദുർനിമിത്തങ്ങളെയും കണ്ടിട്ട്, അതത്വിദഃ അതത് തത്വവിദഃ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും കാരണം ഒന്നും അറിയാത്ത, അതാണ് അതത് തത്വവിദഃ, ഒന്നും അറിയാത്തവരായിട്ടുള്ള പ്രജാഹ ജനങ്ങൾ ഭീത ഭയന്നൂന്ന്, മേനീരെ എന്നിട്ട് അവർ വിചാരിച്ചത് വിശ്വസംപ്ലവം, ഈ ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്, ലോകാവസാനമായി എന്ന് പേടിച്ചു വിറച്ച് അവർ വിചാരിച്ചു എന്ന്. ഇതിൻ്റെ ഒന്നും കാരണം അറിയാത്ത ജനങ്ങൾ. എന്നാൽ ബ്രഹ്മപുത്രാൻ ഹൃദേ, ഹൃദേ എന്ന് വെച്ചാൽ ഒഴികെ, ആരൊഴികെ? ബ്രഹ്മപുത്രാൻ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകാദി മഹർഷിമാരും ബ്രഹ്മദേവനും ഒഴികെ ഇതിൻ്റെ ഒന്നും കാരണം അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരൊക്കെ പേടിച്ച് വിറച്ച് ലോകാവസാനമായി എന്ന് വിചാരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഇവർക്കറിയാലോ ഇതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ ഈ ഭൂമിയിലും മറ്റു ലോകങ്ങളിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ദുർനിമിത്തങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഒന്നും കാരണമറിയാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഭയന്ന് അതോടെ ലോകാവസാനമായി എന്ന് വിചാരിച്ചു. പക്ഷേ ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ഒഴികെയുള്ള എല്ലാവരും, അപ്പം ബ്രഹ്മാവിനും സനകാദി മഹർഷിമാർക്കും അറിയാമായിരുന്നു ഇതിൻ്റെ കാരണം ആ 2 പുത്രന്മാരുടെ ജനനമാണ്. അവരിനി ഒരുപാട് നാശം വിതയ്ക്കും, ഒരുപാട് പേർക്ക് ദ്രോഹമുണ്ടാക്കും, ദുഃഖമുണ്ടാക്കും. അപ്പോൾ ഭഗവാൻ വരാഹാവതാരം എടുത്ത് വരും എന്നൊക്കെ അവർക്കറിയാവുന്നതുകൊണ്ട് അവർക്ക് യാതൊരു ഭയവും തോന്നിയില്ല. പക്ഷേ സാധാരണക്കാരെല്ലാം വളരെയധികം പേടിച്ചു, ഇത് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കരുതിപ്പോയി എന്ന് പറയും. മതിയില്ലേ? നമുക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം വയ്ക്കാം ബാക്കി ഭാഗം. ഓക്കെ.